ഞങ്ങളീ പോകുന്നതേ വെള്ളനാട് മീനഭരണി മഹോത്സവം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെയാണ് പോകുന്നത്. ഇന്നലെ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ പോകാമെന്ന് വെച്ച് അങ്ങനെ പോയതാ. എൻ്റെ അമ്മോ! കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ലൈറ്റുകളുടെ ദീപാലങ്കാരങ്ങളുടെ ഒരു പൊട്ടിത്തെറി തന്നെയാണ് അവിടെ ഉള്ളത്. കണ്ണാണെങ്കിൽ കണ്ണ് നിറയുമെന്ന് പറയത്തില്ലേ, ദീപങ്ങളുടെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട്. ഇത് അവതാർ മരമെന്നാണ് ഞാൻ ഈ മരത്തിനെ പറയുന്നത്. അത്രയ്ക്ക് നെടുമങ്ങാട് ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാത്തിരിക്കുന്ന ഉത്സവമാണ് വെള്ളനാടത്തെ ഉത്സവം. ദീപാലങ്കാരങ്ങൾ ഉണ്ടാകുമെന്നറിയാം, പക്ഷേ ഈ വർഷത്തെ ദീപാലങ്കാരം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ദീപങ്ങളുടെ, അതായത് പ്രകാശത്തിൻ്റെ പൊട്ടിത്തെറി എന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിൻ്റെ അവിടെ മാത്രമല്ല, വെള്ളനാട് ജംഗ്ഷൻ മുതൽ തുടങ്ങുന്ന ദീപാലങ്കാരമാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ സ്പോട്ട് ലൈറ്റ്, അങ്ങനെ ഈ വർഷത്തെ ദീപാലങ്കാരം വളരെയധികം സ്പെഷ്യലാണ് വെള്ളനാട്ടുകാർക്ക്. ദീപാലങ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും എല്ലാം ഒരേപോലെ പോവുക. റോഡിൻ്റെ രണ്ട് സൈഡിലും വെള്ളനാട് ജംഗ്ഷൻ മുതൽ തുടങ്ങുന്ന കടകളാണ്. അത് ചെറിയ ചെറിയ കടകൾ, കുട്ടികളെയൊക്കെ ആകർഷിക്കുന്നതിനും, കുട്ടികളെ മാത്രമല്ല ലേഡീസിനെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള കടകളാണ്. ആദ്യ ദിവസമാണെങ്കിലും കൊടിയേറ്റ് കാണാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ അവസാന 9-10 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അവിടെ മണ്ണ് നുള്ളിയിട്ടാൽ പോലും താഴെ വീഴില്ല, അത്രയ്ക്ക് തിരക്കുണ്ടാവും. നമ്മൾ സാധാരണ ആ ദിവസങ്ങളാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒന്നാമത്തെ ദിവസം പോകുന്നത്. അപ്പോഴും ഇത്രയും തിരക്ക് കണ്ടപ്പോൾ തന്നെ അയ്യോ, ആദ്യ ദിവസം ഇത്രയും തിരക്കുണ്ടല്ലോ എന്നുള്ളതായിപ്പോയി. ഇത് ചക്കുമോളുടെ ഫ്രണ്ട്സാണ്. ചക്കു വെള്ളനാട് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവിടെ ഫ്രണ്ട്സ് എല്ലാം ഈ ഉത്സവ സമയത്ത് കാണും. ഇത് ഏറ്റവും വിശേഷപ്പെട്ട ഒരെണ്ണമാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഓണാഘോഷത്തിനും ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ കനകക്കുന്നിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ സെൽഫി പോയിൻറ്റുകൾ ഉണ്ടല്ലേ, നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ, അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നതാണ്. ഇത് അനിയനും വൈഫും മക്കളുമാണേ. അവരും ഇന്നലെ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവരെത്തിയത്. ഇന്നലെ കൊടിയേറ്റായതുകൊണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ നമ്മുടെ ഒരു 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, കുറേ മുട്ടായികളൊക്കെ, തേൻ മുട്ടായി, പുളിയിഞ്ചി മുട്ടായി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മക്കൾ വാങ്ങിച്ച്. ഇത് അനിയൻ്റെ മോൻ അപ്പുവാണേ. അപ്പുവാണെങ്കിൽ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാട്ട് കേട്ട് ഇന്നലെ തുള്ളി ഇരിക്കുകയായിരുന്നു. നടന്ന് ഇത്രയും കണ്ട ക്ഷീണത്തിൽ കോഫി കേക്ക്സ് കയറി എല്ലാവരും ഹോട്ടും കോൾഡും കോഫിയൊക്കെ കുടിച്ച് കട്ലറ്റൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ ചെടികളും ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു.